ഹലോ, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാനിത് നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഒരു നോമ്പ് തുറ ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പം പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലൈവിലൊക്കെ കയറാനുള്ളതുകൊണ്ട് ഉച്ചയ്ക്കാണേ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 10-10:30 11 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിലോട്ടൊന്ന് കയറും കേട്ടോ. ഒന്നെല്ലാം റെഡിയാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അത്യാവശ്യം വലിയ പണികളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൈമിലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. മറ്റേത് നമുക്ക് ചിലപ്പോൾ ലൈവ് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീണ്ടു പോയാലും നമുക്ക് വേറെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ, എൻ്റെ വിശേഷമാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നോമ്പൊക്കെ നന്നായിട്ട് പോകുന്നു, ആർക്കും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കരുതുന്നു. ഇല്ലാണ്ടിരിക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം അല്ലേ. പിന്നെ നമ്മുടെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും മോനെ ഞാൻ ഒരു 3 നോമ്പ് 2 നോമ്പ് പിടിപ്പിച്ചു. കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൽ കൂടെ പോകുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ അവന് എല്ലാ മക്കളുടെ കാര്യം അത് തന്നെ. ഒന്നത് നമുക്ക് തന്നെ ഇത്രയും നമ്മളല്ലേ ഈ ചൂടും ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ കുട്ടികളെ ഇടവിട്ടും അല്ലെങ്കിൽ അവധി ദിവസം നോക്കി പിടിപ്പിക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ആ പുള്ളി പിടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് പതിയെ ഒന്ന് ആക്കി എടുപ്പിക്കാം. കാര്യം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും പിന്നെ അതൊരു ഇതാണല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ പരിപാടികളായിട്ടോ നടക്കുന്നത്. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ജസ്റ്റ് സവോള ഒന്ന് വാട്ടിയിട്ടു, നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തന്നെ ഞാൻ എൻ്റെ ഒരു അമ്മായി പറഞ്ഞു തന്ന കേട്ടോ, ജമീല എന്ന് പറഞ്ഞ അമ്മായി പറഞ്ഞു തന്നാണ്. അതായത് നമ്മളെ ബീഫ് മസാല കുറച്ചിടുക, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് കയറി വരും. പിന്നെ പാല് 1-ാം പാലും 2-ാം പാലും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിലിച്ചിരി പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയാണ് ഞാൻ ഇടുന്നത്. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നിങ്ങളും. പിന്നെ അന്ന് അമ്മായി ഉണ്ടാക്കുമ്പോൾ അവർ തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അവരൊക്കെ ചെയ്യുന്ന അങ്ങനെയാണെന്ന്, നന്നായിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചങ്ങ് എടുക്കുന്നു. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അരിച്ചെടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് എപ്പോഴും എടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി തേങ്ങാപ്പാലൊക്കെ തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് അരിയേ ഇടുന്നുള്ളൂ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് പത്തിരിയും കൂടെ ഉണ്ട്, വാങ്ങിയ പത്തിരി കേട്ടോ. എനിക്ക് തറവാട്ടിൽ നിന്ന് വാപ്പച്ചി കുറച്ച് വാങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് തന്നതാണ്. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് വാപ്പച്ചി ഞങ്ങൾക്കായിട്ട് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കാര്യം ആ പത്തിരി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വാപ്പച്ചി അവിടെ വീട്ടിൽ മേടിച്ചപ്പോൾ കുറച്ച് ഞങ്ങൾക്കും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് രാവിലത്തേക്കും ഫുഡ് വേണമല്ലോ, അത് കരുതി ഞാൻ എന്തായാലും തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് പിന്നെ എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് അരിയൊക്കെ ഇട്ട് നന്നായിട്ട് തേങ്ങാച്ചോറ് അങ്ങനെ അവിടെ ഇരുന്ന് തിളക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മൂടി അങ്ങ് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ തയ്യാറെടുപ്പാണ്. അതിന് കണ്ട് എന്തായാലും എൻ്റെ ഈ അടുത്ത എല്ലാ ദിവസങ്ങളിലും 2 ദിവസം എന്തോ ചിക്കൻ കറി തന്നെയായിരുന്നു. സെയിം ആ ഒരു രീതി തന്നെയൊക്കെയാണ് നടക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പിൽ വിശേഷങ്ങൾ? എന്താണ് ഇന്ന് അവിടുത്തെ സ്പെഷ്യൽ? എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുക. ആരും എനിക്ക് കമൻറ്റൊന്നും ഇടാറില്ല, എങ്കിലും നിങ്ങളുടെ വീട്ടിലെ നോമ്പ് തുറ എന്താണെന്നുള്ളത് ഇന്ന് അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മറന്നു പോകരുത്. എപ്പോഴെങ്കിലും വീഡിയോ കാണുമ്പോൾ ഒന്നിട്ടാൽ മതി കേട്ടോ. പിന്നെ വേറെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്താണ് അഭിപ്രായം നിങ്ങളുടെ? സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാറുണ്ടോ? എല്ലാവരും കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഒപ്പം തന്നെ ലൈവ് വീഡിയോ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം നോമ്പ് തുറന്നിട്ട് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് വൈകിട്ടത്തെ പിന്നെ ലൈവ് വീഡിയോ ഞാനിപ്പോൾ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നു എന്ന് തന്നെ കരുതണു. ഞാൻ 2 വീഡിയോസ് വെച്ച് ഇടും, ചില ദിവസങ്ങളിൽ ഒരെണ്ണം. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടൊരു വീഡിയോ ഇടും, മറ്റേത് ഒരു 4 മണി 5 മണിയായപ്പോൾ 5 മണിയാകുമ്പോൾ ഇടും കേട്ടോ. പിന്നെ നമ്മുടെ ഷോർട്സും അതുപോലെ തന്നെ 2 എണ്ണം ഇടുന്നുണ്ട്. രാവിലെ ഒരു 10 മണിക്ക് ഒരെണ്ണം ഇടും, വൈകിട്ട് 4 മണിക്ക് കൃത്യം ഒരെണ്ണം ഇടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാവരും, നമ്മുടെ സബ് ആയിട്ടുള്ളവരും അല്ലാതെ പുതുതായിട്ട് വരുന്നവരും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. പിന്നെ വേറെ എന്താണ് പറയണേ, അങ്ങനെ നമ്മുടെ നോമ്പ് അങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 8-9 നോമ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ക്ഷീണം വരില്ല അല്ലേ. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നോമ്പൊക്കെ കൊണ്ടുപോകാമായിരിക്കും. ഈ തുടക്കം നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന കണക്കാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാറുള്ളൂ അല്ലേ. പിന്നെ എനിക്ക് അങ്ങനെയാണ്, 2-3 എണ്ണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ക്ഷീണം അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാറില്ല. നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെയാണോ?
ഓക്കെ. പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. എന്തൊക്കെയാണിപ്പോൾ അതേ ചീനച്ചട്ടിയിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, പിന്നെ പൊടികൾ. മിക്കപ്പോഴും ചിക്കൻ കറിക്ക് നല്ല കളറും ഒരു വെളുത്തിങ്ങനെ ഒരു വൈറ്റ് എഫക്റ്റ് വരാണ്ടിരിക്കണമെങ്കിൽ ഒന്നുകിൽ വറുത്ത് വെക്കണം കേട്ടോ ചിക്കൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇക്കാന് കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വറുക്കലങ്ങ് മാറ്റി നിർത്തി കേട്ടോ. തൊണ്ടയ്ക്ക് എന്തോ ചെറിയ ബുദ്ധിമുട്ട് കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ ഞാൻ വരുമ്പോൾ ആ ചിക്കൻ്റെ കറിക്ക് നല്ല ടേസ്റ്റ്, ബീഫാണെങ്കിൽ അങ്ങനെ കേട്ടോ, കറിക്ക് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു കളറ് കയറി വരും. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് കാര്യം 10-12 മണി എന്തോ ആയെന്ന് തോന്നി ഇതുണ്ടാക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പായി വരുന്നവരെ അതിലിട്ട് തന്നെ ഇളക്കി കേട്ടോ. ഞാൻ ഏലക്ക ഇടാൻ മറന്നുപോയി, അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ വെള്ളം കുറഞ്ഞു പോകണ്ട. അത്യാവശ്യം ഇച്ചിരി ഒരുപാട് വേവില്ല, എന്നാലും അത്യാവശ്യം വേവുള്ള അരിയാട്ടോ. അപ്പോൾ ഇനി നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാലകളും പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസും കൂടെ ഇടാം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഇതൊക്കെ വഴണ്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉള്ളിപ്പെട്ടിയിലെ ഓരോ ഉള്ളിയും ഇപ്പോൾ ഹോളിലും സിറ്റ് ഔട്ടിലും സെറ്റിയുടെ പുറത്തൊക്കെ ആയിട്ട് കൊണ്ടുവച്ചൊക്കെയാണ് എൻ്റെ മോള്. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കൈ എടുക്കുന്നില്ല, കാര്യം അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് തൂത്തൊക്കെ ഇറക്കി വൃത്തിയാക്കുക എന്നുള്ള രീതിയിലാണ്. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാണ്, ആൾ പിണങ്ങും കരയും കിടന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്ക് കളിച്ചോട്ടെ. മുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സവാളയും ഉള്ളിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ആ പെട്ടിയിൽ തന്നെ ഇടാറുണ്ട്. ഞാൻ ഇച്ചിരി പൊക്കത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പൊക്കത്തിൽ വെച്ചപ്പോൾ അവൾ അത് കരഞ്ഞെടുത്തു കൊടുക്കാൻ വേണ്ടി ബഹള. അപ്പോൾ പിന്നെ ഒത്തിരി കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ താഴെ നിലത്തെടുത്ത് വെച്ച് കൊടുത്തതാണ്. കുറച്ച് നേരം അങ്ങനെ കളിച്ചോട്ടേ എന്ന് കരുതിയിട്ട്. ഇനി ഇത് കഴിയുമ്പോൾ ഒരു പണിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ചിക്കൻ്റെ പീസും കൂടെയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിയണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈകിട്ടത്തേക്ക് മുന്തിരിങ്ങ ഞാൻ കുറച്ച് നേരം ചെറിയൊരു കഴുകി ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് 2 വെള്ളം കഴുകിയിട്ട് അത് വാങ്ങിയ പാത്രത്തിൽ തന്നെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. സമയമാകുമ്പോൾ നമുക്ക് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിപ്പോൾ വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ചായ മറ്റേ എൻ്റെ ലൈവ് വീഡിയോ എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു. നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു, ഒപ്പം ചായ ഒന്ന് തിളപ്പിച്ച് വെച്ചു, ചായയുടെ പരിപാടി. പിന്നെ ചിക്കൻ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നല്ല കുഴമ്പനായിട്ട് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇരിപ്പുണ്ട്. ഉപ്പും കാര്യങ്ങളൊക്കെ ഇനി നോമ്പ് തുറന്നിട്ടാണ് ഞാനൊന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. നിങ്ങളും അങ്ങനെ ആവും, നമ്മളിപ്പോൾ ഒരു പാകത്തിന് അങ്ങ് ഇടും അല്ലേ, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് നല്ല പാകത്തിന് വെന്ത് നല്ല രീതിയിലിരിപ്പുണ്ട്. പിന്നെ കച്ചമ്പർ ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു, പിന്നെ വാങ്ങിയ കുറച്ച് പത്തിരി, ഇത്രയുണ്ട്. അപ്പോൾ അതേ ബാങ്ക് ഇട്ടു, അവർ പള്ളിയിൽ പോയി, ഞാൻ നോമ്പ് തുറക്കാനായിട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അതേ ഇന്ന് എൻ്റെ നോമ്പ് തുറക്കി നമ്മുടെ പേരയ്ക്കായുടെ ജ്യൂസും തണ്ണിമത്തനും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ തണ്ണിമത്തനൊന്നും ഞാൻ കഴിച്ചില്ല. ഒരു 2 ഈന്തപ്പഴവും വെള്ളവും ഒക്കെ ആയിട്ട് എടുത്ത് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു നോമ്പുതുറ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മോള് അതേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു, വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുന്നെങ്കിലും ഗ്ലാസ് കാണുമ്പോൾ അവൾക്കൊരു വെള്ളം കൂടിയുണ്ട്. അപ്പോൾ ഒന്ന് വായിൽ അവൾക്കും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള നോമ്പുറ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ അവർ പള്ളിയിൽ പോയിട്ട് വരുന്നതിനകത്ത് വേഗം പോയിട്ട് നമുക്കൊന്ന് നിസ്കരിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 3ാമത്തെ നോമ്പുതുറ വിശേഷമാണിത്. ഇനി എല്ലാ ദിവസങ്ങളിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കും നിങ്ങൾക്കും എല്ലാ പേർക്കും ആരോഗ്യ സംബന്ധമായിട്ടാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കുറവുകളൊന്നും വരാണ്ടാണെങ്കിലും നമുക്ക് എല്ലാം ആവശ്യത്തിനെല്ലാം നമുക്ക് റബ്ബ് തന്ന എല്ലാം നല്ല രീതിയിൽ അതിൻ്റേതായ രീതിയിൽ എല്ലാ ഒരു ഇതോടുകൂടി പോകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, തേങ്ങാച്ചോറ്, പത്തിരി, പിന്നെ ഫ്രൂട്ട്സ്, കച്ചമ്പർ, നാരങ്ങാച്ചാറ്, പിന്നെ മുന്തിരിങ്ങ, പഴം പിന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതേ മോനൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നു. അവൻ കട്ട്ലറ്റ് ആയിരുന്നു ഇന്ന് പള്ളിയിൽ, ചായയും കട്ട്ലറ്റും ഒക്കെ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അവന് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും പത്തിരി ആദ്യം താട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പത്തിരിയാണ് കഴിച്ചത്. ഞാൻ തേങ്ങാച്ചോറായിട്ടാണ് കഴിച്ചത്. തേങ്ങാച്ചോറും പത്തിരി 1-2 എന്തോ കഴിച്ചു എന്ന് തോന്നുന്നു. കാര്യം പിന്നെ തേങ്ങാച്ചോറ് കഴിച്ചു. തേങ്ങാച്ചോറും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നോക്കാറില്ല.
തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നോമ്പാണെങ്കിലും ശരി, ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ മോൾ അവിടെ സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. കരിക്കാക്കയ്ക്ക് ഒരു പാത്രം കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലൊരു പാത്രത്തിൽ അവൾക്കും കൊടുക്കാൻ പാത്രമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കുഞ്ഞിപ്പാത്രം ഉണ്ട്. അപ്പം നോക്കുക, മോനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വാപ്പി വന്ന് അവൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് നോക്കണേ. മോനിപ്പോൾ ഒരു ചെറിയ ഡോസ് കിട്ടി. എന്നുള്ള ശീലമാണ്. പത്തിരി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എടുത്ത് എറിയൽ. ആഹാര സാധനം അങ്ങനെ എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കില്ല. ഞാനപ്പോൾ നല്ല ഡോസ് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. എറിയരുത്, ഒരു സാധനം എറിഞ്ഞ് ശീലിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ അതേ വാപ്പി ഇച്ചിരി പത്തിരി ഇട്ട് കൊടുത്തു. ഇനി കറി വെച്ച് കൊടുക്കാനാണ് പറയണത്, മീമി വെച്ച് കൊടുക്കാനായിട്ടാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ നോമ്പുതുറയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ചാനലിന് തരിക. ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ വരുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും തരണം കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ലൊരു നോമ്പുതുറ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പോകട്ടെ എന്ന് നമുക്ക് കരുതാം അല്ലേ. താങ്ക് യു. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.